ചങ്ങായിമാരെ, അപ്പോൾ നമുക്ക് ഫോർട്ട് കൊച്ചി നമുക്ക് വൈപ്പിൻ വരെ ഒന്ന് പോയിട്ട് വരാം കേട്ടോ. വളരെ എളുപ്പത്തിൽ വെറും 3 രൂപയ്ക്ക് നമുക്ക് വൈപ്പിനിലോട്ട് പോകാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജങ്കാറുണ്ട്. ജങ്കാറിന് ഒരു പാസഞ്ചേഴ്സിന് 3 രൂപയുള്ളൂ കേട്ടോ അതിനകത്ത് കയറാൻ. പിന്നെ 3 വീലർ 2 വീലർ എന്ന് പറഞ്ഞ 4 വീലർ വന്നത്, അതായത് ബസ്, കാറ്, ലോറി എന്ന് വേണ്ട എല്ലാവിധ വാഹനങ്ങളും ജനങ്ങളെയും കയറ്റിക്കൊണ്ട് പോകുന്ന സാധനമാണ് ഈ ജങ്കാർ. അപ്പോൾ ഇത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഏകദേശം നമുക്ക് ഇപ്പോൾ ഒരാൾക്ക് കയറണമെങ്കിൽ 3 രൂപയുള്ളൂ. ഓരോ വണ്ടിക്ക് ഓരോ റേറ്റ് ആട്ടോ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. വെറും 3 രൂപ ടിക്കറ്റൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ജങ്കാർ ഇതാ വന്ന് നിൽക്കണു. വന്ന് നിന്നാടെ ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഓട്ടോറിക്ഷ, ബൈക്ക്, കാറ് എന്ന് വേണ്ട വാഹനങ്ങളൊക്കെ ഇതിനകത്ത് ഇറങ്ങുന്നുണ്ട്. പക്ഷെ ഞാനിതിനകത്ത് ബസ്സും മറ്റുള്ള ലോറികളൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെ വാഹനങ്ങൾ ഇതിനകത്ത് കയറാറുണ്ട്. അതിന് അതിൻ്റെതായ റേറ്റ് ഉണ്ട്. കാരണം ഇവിടെ തൊട്ട് ഇപ്പം നമുക്ക് അപ്പുറത്തോട്ട് പോകണമെങ്കിൽ ഇപ്പം കരമാർഗ്ഗമാണ്, ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. ഇതാകുമ്പോൾ ആകെ 5 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് നമ്മൾ അവിടെ എത്തി. 10 മിനിറ്റ് എടുത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പം നമ്മുടെ ടിക്കറ്റ് എല്ലാം കൊടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ്. അപ്പം ഒരു ടിക്കറ്റ് മേടിക്കാനൊക്കെ അവിടെ ഒരാൾ നിൽപ്പുണ്ട്. നമ്മൾ കയറി കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ ഓരോരോ വാഹനങ്ങൾ ഇതിനകത്തോട്ട് കടന്നു വരുന്നുണ്ടോ. ഇങ്ങനെ ഓരോരോ വാഹനങ്ങൾ കടന്നു വരും കേട്ടോ. അപ്പം ഇത് കണ്ടോ, ജനങ്ങളൊക്കെ ഒരു സൈഡിലോട്ട് ഒതുങ്ങി നിൽക്കും. നടുക്കായിട്ട് എല്ലാ വാഹനങ്ങളും നിർത്തും. മേലെ റോഡും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി രസം കേട്ടോ ഇതിനകത്ത് കയറാൻ. അപ്പോൾ വണ്ടിയും കാളയും മനുഷ്യന്മാരൊക്കെ ആയിട്ട് അവിടെ വണ്ടിയൊക്കെ മുമ്പോട്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ എന്ത് രസമാണെന്ന് നോക്കിയാൽ എല്ലാവരും ഉണ്ട് ഇതിനകത്ത്. ഇപ്പോൾ വണ്ടീൻ്റെ ഉള്ളിലാണെങ്കിൽ കുറേ ആൾക്കാരുണ്ട്. നമ്മളെപ്പോലുള്ള പാസഞ്ചേഴ്സുകളൊക്കെ സൈഡിലോട്ട് നീങ്ങി നിൽക്കുക കേട്ടോ. അപ്പോൾ വണ്ടി പുറപ്പെട്ടു. വണ്ടി മുമ്പോട്ട് പോകുക കേട്ടോ. അപ്പോൾ ഈ യാത്രയിൽ തന്നെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാം. ദൂരെയുള്ള വൈപ്പിലെ കുറേ കാഴ്ചകൾ, അതുപോലെ തന്നെ നമ്മുടെ എറണാകുളം ടൗണിൻ്റെ കുറച്ച് മറൈൻ ഡ്രൈവിലെ കാഴ്ചകൾ, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ചെറിയ വള്ളങ്ങൾ, മീനുകളുടെ തുള്ളിച്ചാട്ടം, പിന്നെ ചൂണ്ടയിടുന്ന ആൾക്കാർ, എല്ലാവിധ കാഴ്ചകളും ഇതിൻ്റെ ഇവിടെ കാണാം. അങ്ങേയറ്റത്തെ ചീനവലകളും മറ്റൊക്കെ ഈ ഒരു യാത്രയിൽ നമുക്ക് കാണല്ലേ. ഈ ദുനിയാവിൽ എന്തെല്ലാം സാധനങ്ങളാണ് മക്കളെ. ഇതൊന്ന് മുങ്ങിപ്പോയാൽ അത് മുഴുവൻ തീരുകയും ചെയ്തു. പണ്ട് ഞാൻ ഓർക്കട്ടെ, ഇതുപോലെ എറണാകുളത്ത് ഒരിക്കൽ വന്നിട്ട് ഞാൻ ഇതുപോലെ ഒരു ബോട്ടിൽ കയറി. അത് ഇവിടുന്ന് ഫോർട്ട് കൊച്ചിയിൽ വൈപ്പിലോട്ട് കയറി. അന്നൊക്കെ 25 പൈസ 30 പൈസ എങ്ങാണ്ടേ ഉള്ളൂ ചാർജ് ഉണ്ട്, ചെറിയ പൈസയേ ഉള്ളൂ. അങ്ങനെ കയറി വന്ന് ഞാൻ തിരിച്ച് നാട്ടിൽ വന്ന് അതിൻ്റെ തൊട്ട് പിറ്റേ ദിവസമാണ് അവിടെ ഒരു ബോട്ട് അപകടം ഉണ്ടായിട്ട് കുറേ പേര് മരിച്ചത് കേട്ടോ. അതൊക്കെ ഇങ്ങനെ ചിലപ്പോൾ ഈ ബോട്ടിൽ കയറുമ്പോൾ എനിക്ക് ഓർമ്മ വരും. അപ്പം നമ്മൾ അങ്ങനത്തെ ചിന്തകളൊക്കെ മനസ്സിൽ വേണം. പിന്നെ ഇവർ പറഞ്ഞത് കൃത്യമായിട്ട് അനുസരിക്കണം കേട്ടോ. ഇന്ന ഭാഗത്ത് നിൽക്കാൻ പറയാം, അങ്ങോട്ട് തന്നെ നിൽക്കാൻ പാടുള്ളൂ. അപ്പം അക്കരെയുള്ള ഒരു വണ്ടി തെക്കരയിലോട്ട് ആൾക്കാരൊക്കെ കയറ്റി പോകുന്ന കേട്ടോ ആ കാണുന്നത്. അപ്പോൾ ഈ 2 ജങ്കാറുകളെന്ന് തോന്നുന്നുണ്ട്. ഒന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒന്ന് ഇങ്ങോട്ട് വരും. ഇനി ഇതിപ്പോൾ അവിടെ ഈ വണ്ടി അവിടെ ആൾക്കാരെ കയറ്റി ഇറക്കുമ്പോഴത്തേക്ക് ഈ വണ്ടി അപ്പുറത്ത് ആൾക്കാരെ കയറ്റി ഇങ്ങോട്ട് വരും. അപ്പോൾ 2 തന്നെ ധാരാളം. കാരണം അത്ര സമയമല്ലുള്ളൂ. അതായത് അവിടെ ആൾക്കാർ വണ്ടിയൊക്കെ റെഡി ആയിട്ടുണ്ടാവും അടുത്ത കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം നമ്മൾ കരക്കെത്താറായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കരക്ക് എത്തിയിട്ടോ. അപ്പോൾ ഈ കമ്പി നേരെ പോയിട്ട് അങ്ങോട്ടേക്ക് ആ ചേട്ടനാണ് സൈഡിലുള്ള ചങ്ങലെല്ലാം വലിച്ച് നമ്മളെ ഇറക്കാൻ വേണ്ടി തയ്യാറായിട്ടോ. അങ്ങനെ എല്ലാ മനുഷ്യന്മാരും വണ്ടിയും കാളയൊക്കെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. ആദ്യം ആൾക്കാരൊക്കെ മുമ്പോട്ട് പോകും. അതിന് ശേഷമായിട്ടോ വാഹനങ്ങളൊക്കെ വരിക. ഇതുണ്ടോ, കാറും വണ്ടിയും വാഹനമൊക്കെ ഇനി തിരിച്ചു വരും. ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ഈ വണ്ടി തിരിച്ച് അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമുക്ക് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പുതിയ വീഡിയോ, അടിപൊളി വീഡിയോ ആയിട്ട് ഇനി വരാം. എല്ലാവരോടും ടാറ്റാ.